നമസ്കാരം. ചില കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് തെറ്റാണ്, നിങ്ങൾ പറയുന്നതല്ല ശരി, അത് എക്സാഗ്രേഷനാണ്, അങ്ങനെയൊന്നുമല്ല അതിൻ്റെ സത്യമെന്നൊക്കെ പറഞ്ഞ് വലിയ വിമർശനങ്ങൾ നേരിടുകയും, എന്നാൽ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അന്ന് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് സത്യം എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി, എന്നാൽ ഒട്ടും സന്തോഷത്തോടല്ല ഈ വിഷയം വീണ്ടും പറയുന്നത്. അത് ISROയുടെ PSLV C-62 വിക്ഷേപണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പരാജയവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്ത ഇന്ന് മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് ISROയുടെ ചരിത്രത്തിലാദ്യമായിട്ട് പുറത്തു നിന്നുള്ള ഒരു വിദഗ്ധ സമിതി ISROയിലെ ഈ പരാജയങ്ങൾക്ക് പിന്നിലുള്ള കാരണങ്ങൾ അന്വേഷിക്കും എന്നുള്ളതാണ് ആ റിപ്പോർട്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെയാകും കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ജനുവരി 12 രണ്ടാമത്തെ വിക്ഷേപണം ISROയുടെ പരാജയപ്പെട്ടത്, PSLV വിക്ഷേപണം പരാജയപ്പെട്ടത്. ജനുവരി 15 തന്നെ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. 3 ദിവസങ്ങൾക്ക് ശേഷം ഇത് കൃത്യമായ അട്ടിമറിയാണ് എന്നുള്ള സൂചനയോടെ. യഥാർത്ഥത്തിൽ ഇത് ആദ്യത്തെ വിക്ഷേപണമല്ല ഇങ്ങനെ പരാജയപ്പെടുന്നത്. സമാനമായ രീതിയിൽ കഴിഞ്ഞ വർഷം മെയ്യിലും ഒരു വിക്ഷേപണം പരാജയപ്പെട്ടിരുന്നു. രണ്ടിൻ്റെയും വലിയ സമാനതകൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 ഘട്ടങ്ങളും ഒരു കുഴപ്പമില്ലാതെ പോവുകയും മൂന്നാമത്തെ ഘട്ടത്തിൽ വിക്ഷേപണത്തിൻ്റെ ആ ദൗത്യം അല്ലെങ്കിൽ അതിൻ്റെ പ്ലാൻ പരാജയപ്പെടുകയും അതിൻ്റെ പാത്തിൽ നിന്ന് അത് വ്യതിയാനം സംഭവിക്കുകയും പിന്നീട് അത് അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്ന സമാനമായ സംഭവമാണ് മെയ് 2025 ജനുവരി 2026 ഉണ്ടായത്. 95% ISROയുടെ സക്സസ് റേറ്റ്. 1ഉം 2ഉം അല്ല, 95%. അത് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച സക്സസ് റേറ്റിൽ ഒന്നാണ് ഏതൊരു ഇതുപോലെ സമാനമായ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ISRO നമ്മളുടെയൊക്കെ അഭിമാനമാണ്, നമ്മളുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ ഇങ്ങനെ 2 വലിയ ഗുരുതര പിഴവുകൾ സംഭവിക്കുമ്പോൾ, കോടികളുടെ നഷ്ടം സംഭവിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ സംശയിച്ചാൽ നമ്മളെ അല്ല കുറ്റം പറയേണ്ടത്, അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ രാജ്യ താൽപ്പര്യമാണ് പ്രധാനമെന്ന് വിശ്വസിക്കുന്ന ഒരു സർക്കാർ ഇന്ന് ഭരിക്കുന്നത് കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാകുന്നത്. നമ്മളുടെ റിപ്പോർട്ടിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് ജനുവരി 15 തന്നെ അത് പറയുകയും ചെയ്തിരുന്നു. എന്ന് മാത്രമല്ല, ഫെബ്രുവരിയിൽ അടുത്ത മാസം അജിത് ഡോവൽ, മുഖ്യ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശ്രീ അജിത് ഡോവൽ, അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയെന്നും തിരുവനന്തപുരത്ത് എത്തിയത് ISROവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് എന്നും അദ്ദേഹം ചില വിദഗ്ധരുമായിട്ടാണ് ഡൽഹിയിൽ നിന്ന് വന്നതെന്നും അദ്ദേഹം ISROയിൽ 6 മീറ്റിങ്ങുകൾ ഒരു ദിവസം കൊണ്ട് എടുക്കുകയും ചെയ്തു എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് RP തോട്ട്സിലാണ്. ഞാനാണ് അത് റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇതൊരു വലിയ വാർത്തയായി മറ്റ് ദൃശ്യമാധ്യമങ്ങളിൽ, സാറ്റലൈറ്റ് ചാനലുകളിലൊക്കെ പൊട്ടിത്തെറിക്കുന്നത്. അജിത് ഡോവൽ തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞ്. പക്ഷേ വന്നത് ഈ ഒരു ഉദ്ദേശമാണ് എന്നുള്ളത് പലരും അന്നും ഉറപ്പായിട്ട് പറഞ്ഞില്ല. പക്ഷേ വളരെ കൃത്യമായി ഈ ഒരു ഉദ്ദേശത്തിലാണ് അദ്ദേഹം വന്നതെന്നും, എന്ന് മാത്രമല്ല അതിൻ്റെ കൃത്യമായ സൂചന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള എന്തെങ്കിലും പരാജയങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ISROയ്ക്കുള്ളിൽ തന്നെ ഒരു ഫെയില്യുവർ അനാലിസിസ് കമ്മിറ്റി ഉണ്ട്, FAC ഉണ്ട്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് പിന്നീട് ഈ ഒരു വിഷയത്തിന് ആധാരമായിട്ട് മുന്നോട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു റിപ്പോർട്ട് ഈ വിഷയത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ FACയുടെ റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ സൂചനയെന്നും ഞാൻ പറഞ്ഞിരുന്നു. കാരണം അങ്ങനെ ഒരു സൂചന, അങ്ങനെ ഒരു കാര്യമല്ലെങ്കിൽ പിന്നീട് ഇതിൻ്റെ മുകളിൽ അജിത് ഡോവൽ തിരുവനന്തപുരത്ത് എത്തി അന്വേഷണം നടത്തുകയും 6ഓളം മീറ്റിങ്ങുകളിൽ ഇരിക്കുകയും അദ്ദേഹം തന്നെ ചില വിദഗ്ധരെയും കൊണ്ടുവരികയും അവർ ചില ചോദ്യങ്ങളൊക്കെ ഈ നമ്മളുടെ ISROയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞരോടും ഒക്കെ ചോദിക്കുകയും ഒക്കെ വേണ്ടി വരില്ലായിരുന്നു. ഈ ചോദ്യം ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ കുറ്റക്കാരാണ് എന്നല്ല അർത്ഥം. എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനകത്തുള്ള ഒരു വിഷയം എന്ന നിലയിലല്ല ഇപ്പോൾ ഇത് കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നാണ് അജിത് ഡോവലിൻ്റെ വിസിറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫെബ്രുവരിയിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ വിസിറ്റ് കഴിഞ്ഞ് ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഈ വാർത്തകൾ നമ്മൾ പുറത്തുവിട്ടത്. അതിനുശേഷമാണ് മറ്റെല്ലാ മാധ്യമങ്ങളിലും ഈ വാർത്ത വന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ സംഭവത്തിൻ്റെ ഇപ്പോൾ ഈ ഒരു പ്രത്യേക അന്വേഷണ സമിതിയുടെ ഘടനയ്ക്ക് പിന്നിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ സംശയങ്ങളൊക്കെ ഏതാണ്ട് സത്യമാണ് എന്നുള്ളത് തന്നെയാണ്.
ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മിക്കവാറും എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരെല്ലാം വിശ്വസിക്കുന്നത്. അതെങ്ങനെയാണ് സംഭവിച്ചത്, ആര് വഴിയാണ് സംഭവിച്ചത് എന്നുള്ളതിൽ മാത്രമാണ് ഒരു പക്ഷേ ഇപ്പോൾ സംശയം ബാക്കിയുള്ളത്. അതിൽ നിരവധി തിയറികൾ ഇപ്പോൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിരവധി തരത്തിൽ അന്വേഷണങ്ങൾ നടക്കുന്നുമുണ്ട്. എന്തായാലും ഇതിൻ്റെ മൂന്നാം ഘട്ട മോട്ടോറിലെ ചേംബറിലുണ്ടായ ഗ്യാസ് ലീക്കാണ് ഈ ഒരു വിക്ഷേപണം പരാജയപ്പെട്ടത് എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ കാരണം വളരെ സാങ്കേതികമായ സ്വാഭാവികമായതാണോ എന്ന് സംശയിക്കാനും എന്ന് വിശ്വസിക്കാനും ഇപ്പോൾ ആൾക്കാർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് ഈ ഒരു അന്വേഷണം മുമ്പോട്ട് പോയാലേ സാധ്യമാവുള്ളൂ. ഇനി ഇതിനകത്തെ വളരെ പ്രധാനപ്പെട്ട ആരും ചർച്ച ചെയ്യാത്ത ഒരു വിഷയം കൂടി പറയാം. അത് ഈ പേലോഡിൽ ഉണ്ടായിരുന്ന ഒരു ക്യാപ്സ്യൂളിനെ കുറിച്ചാണ്. ഒരു പരീക്ഷണ ക്യാപ്സ്യൂളാണ്. അത് ഒരു ഫ്രഞ്ച് സ്പെയിൻ സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ക്യാപ്സ്യൂളായിരുന്നു. അതിൻ്റെ പേര് കിഡ്സ് ക്യാപ്സ്യൂൾ എന്നാണ്. അത് കെസ്ട്രൽ ഇനിഷ്യൽ ഡെമോൺസ്ട്രേറ്റർ ക്യാപ്സ്യൂൾ എന്നാണ്. അത് അതിൻ്റെയാണ് KID കിഡ്സ് എന്ന് പറയുന്നത്. കിഡ്സ് ക്യാപ്സ്യൂൾ എന്നാണ് അതിൻ്റെ പേര്. അതൊരു പരീക്ഷണ ക്യാപ്സ്യൂളാണ്, വളരെ ചെറിയൊരു ക്യാപ്സ്യൂളാണ്. അതാണ് ഈ PSLV റോക്കറ്റിൽ കൊണ്ടുപോയ ഉപഗ്രഹങ്ങൾക്കൊപ്പം മുകളിലേക്ക് പോയത്. യഥാർത്ഥത്തിൽ ഈ ഉപഗ്രഹങ്ങൾ ഏതാണ്ട് 20ഓളം ഉപഗ്രഹങ്ങൾ പരാജയപ്പെട്ടു. അതായത് ഈ വിക്ഷേപണത്തിൽ പരാജയപ്പെട്ടെങ്കിലും ഈ വിക്ഷേപണം പരാജയപ്പെട്ട ശേഷവും ഏതാണ്ട് 190 സെക്കൻഡ് ഈ പറയുന്ന ക്യാപ്സ്യൂൾ പ്രവർത്തിച്ചിരുന്നു. അത് ഭൂമിയിലേക്ക് സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ക്യാപ്സ്യൂളിനെ ചുറ്റിപ്പറ്റി വലിയ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അന്ന് തന്നെ ചില ആൾക്കാർ സംശയം പ്രകടിപ്പിച്ചിരുന്നു, ഇങ്ങനെ വിദേശത്ത് നിന്ന് വന്ന ഇങ്ങനെ ഒരു ഇതിനകത്തുൾപ്പെട്ട ഒരു കോമ്പണൻ്റ് ആകാം ഇതിൻ്റെ ഒരു അട്ടിമറിക്ക് പിന്നിലെന്ന്. ഇപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു സ്പെയിനിലെ വലൻഷ്യ എന്ന് പറയുന്ന പട്ടണത്തിലാണ് ഈ കിഡ്സ് ക്യാപ്സ്യൂൾ ഉണ്ടാക്കിയ കമ്പനി പ്രവർത്തിക്കുന്നത്. ഓർബിറ്റൽ പാരഡൈം എന്നാണ് ആ കമ്പനിയുടെ പേര്. ഈ കമ്പനിക്ക് സ്പെയിനിലെ തന്നെ സർക്കാരിൻ്റെ വക ഫണ്ടിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ ബന്ധങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഇത് 2023 മാത്രം സ്ഥാപിക്കപ്പെട്ട ഒരു കമ്പനിയാണ്. ഈ കമ്പനിയെക്കുറിച്ചും കാര്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ പറയാത്തത് തീർച്ചയായിട്ടും അത് ഈ അന്വേഷണത്തിൽ ഒരു മറ്റൊരു തരത്തിൽ ബാധിക്കരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പുറത്തു വരാൻ ചിലപ്പോൾ സാധ്യതയില്ല. കാരണം അത് രാജ്യ താല്പര്യവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത്തരം വിഷയങ്ങൾ പുറത്തു പോകേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാനും നമുക്ക് പറ്റില്ല. കാരണം രാജ്യ താല്പര്യമാണ് വളരെ പ്രധാനം. പക്ഷേ ഇത്തരം പരാജയങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള ശക്തമായ നടപടി കേന്ദ്ര സർക്കാർ എടുക്കും എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണ് ചരിത്രത്തിലാദ്യമായി ISROയുടെ പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പുറത്തു നിന്നുള്ള ഒരു സമിതിയെ രൂപീകരിക്കുന്നത്. ഇവർ പുറത്തു നിന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ISROയിൽ സാങ്കേതികമായി ഇല്ലാത്തവരാണ്. പക്ഷേ പ്രധാനമന്ത്രിയുടെ മുൻ സയൻറ്റിഫിക് അഡ്വൈസർ, അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര ഉപദേഷ്ടാവായ പ്രൊഫസർ വിജയരാഘവനും അദ്ദേഹമാണ് ഇതിൻ്റെ അധ്യക്ഷൻ. അദ്ദേഹത്തോടൊപ്പം സഹ അധ്യക്ഷനായി ശ്രീ S സോമനാഥ്, അദ്ദേഹം ISROയുടെ ചെയർമാനായിരുന്നു, മലയാളിയാണ്, അദ്ദേഹവും ഒപ്പം ഉണ്ട്. ഇവർ രണ്ടുപേരും അവരുടെ നേതൃത്വത്തിലുള്ള സമിതിയായിരിക്കും ഈ വിഷയത്തിൽ ഇനി അന്വേഷണം നടത്തുക. തീർച്ചയായിട്ടും സത്യം പുറത്തു വരട്ടെ, രാജ്യ താല്പര്യം സംരക്ഷിക്കപ്പെടട്ടെ. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.